എഴുത്തച്ഛൻ്റെ ഭാഷ നല്ല രസമായ ഉപദേശം, വേദാന്തം ഉണ്ട്, അതിലെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു ഉപദേശം ഇവിടെ ഇല്ല. ഇത് കഴിഞ്ഞാലൊരു ഉപദേശം തന്നെ. ഈ ഭാഗത്ത് വലിയ വലിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും. ആര്? എഴുത്തച്ഛൻ്റെ നല്ല ഒന്നാന്തരം ഭാഗമാണ്. ഒന്നും നിശ്ചയില്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചാൽ തന്നെ കുറേയൊക്കെ വിവരം വിളിച്ചൊക്കെ ആൾക്കാർക്ക് ഇതൊക്കെ പഠിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ പണ്ട് വിവരം വിളിച്ചായിട്ട് നടന്നത്. അന്നൊന്നും വാൽമീകി രാമായണം ഒന്നും ആർക്കും അറിയില്ലല്ലോ, ശരിയല്ലേ? അപ്പം അതൊക്കെ ദിവസം വായിച്ചോളൂ കേട്ടോ. വാൽമീകി രാമായണം കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് വായിക്കണം? കിട്ടിയ രാമായണമൊക്കെ വായിച്ചോളൂ, നല്ലതാ. അപ്പം അവിടെ എഴുത്തച്ഛൻ്റെ ആ പുസ്തകത്തിൽ നല്ലോണം പറയുന്നുണ്ട്, ഇങ്ങനെ ക്രോധമൊന്നും പാടില്ല കുട്ടിയെ. ക്രോധിക്കണതൊന്നും എന്തല്ല, ക്രോധം എന്നൊക്കെ പറഞ്ഞാൽ എന്താ കുട്ടിയെ കൊല്ലും എന്നൊക്കെ പറയും. എന്തിന്? നമ്മൾ ഈ ശരീരത്തിൻ്റെ കണക്ക് വെച്ചിട്ടല്ലേ ജീവിക്കണത്. എന്താ അതിൻ്റെ കഥ? ശരീരം എന്താ? നമ്മൾ ഇന്നും നാളെയായിട്ട് ചത്തു പോണ കൂട്ടരല്ലേ. ശരീരം, ഈ ശരീരത്തിൽ അഭിമാനം വെച്ചിട്ടാണ് നമ്മൾ ഞാൻ വലിയ രാജ്യമാവാണ്, ഞാൻ വലിയ അല്ലേ. എങ്ങനെ? ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹമെന്നമ്രേഡിതം കലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കഷ്ടിച്ചു പോകിലാം, വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം, ത്വങ്മാംസരക്താസ്ഥിവിന്മൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം, വികാരിയായുള്ളൊന്നിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ. മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായികന്നറിക നീ ലക്ഷ്മണ. അറിവില്ലായോണ്ടാ കുട്ടി ജാതി. നമ്മൾ ശരീരം കൊണ്ടും ചെറുപ്പക്കാരനാണ്, അച്ഛൻ വയസ്സനാണ്, വൃദ്ധനാണ്, കൊല്ലും ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ തോന്നുകയാണേ. ശരീരാഭിമാനം കൊണ്ട് തോന്നുകയാണ്, ഇത്രയേ ഉള്ളൂ. അതിപ്പോൾ ഇന്നും നാളെ നമ്മളിപ്പോൾ റോഡിൻ്റെ പക്കത്ത് കിടന്ന് ചത്തുപോയി ആരും കണ്ടില്ല വെച്ചാൽ രാവിലെ കുറുക്കന്മാർ തിന്നില്ല വെച്ചാൽ വീട്ടുകാർക്ക് കിട്ടും. കുറുക്കന്മാർ തിന്നു വെച്ചാൽ ബാക്കി കിട്ടും. തിന്ന കുറുക്കനോട് ചോദിക്കാൻ വയ്ക്കും, ഇങ്ങോട്ട് തരുമതെന്ന്. അത്രയും. അതാണ് ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലാം. എന്ത് ചെയ്യാനല്ലേ, അത്രയ്ക്കേ ഉള്ളൂ. അതായത് ഇന്ന് നമ്മൾ പൊട്ടും ചാന്തും കുത്തി നല്ല മുണ്ടും ചുറ്റി കൊണ്ട് നടക്കണ ഈ സാധനം നാളെ കണ്ട ജന്തുക്കൾ തിന്ന് പോവാനേ ഉള്ളൂ. അതല്ലെങ്കിൽ മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. വല്ല മണ്ണിൻ്റെ അടിയിലും വെട്ടുപോയാൽ പുഴു അരിച്ച് പോവാനേ ഉള്ളൂ. അതല്ല ഇനി മാവിൻ്റെ വിറക് വെട്ടി കേമായിട്ടാണെങ്കിലോ വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. അത്രയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് എന്തു വേണ്ട? നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം, ത്വങ്മാംസരക്താസ്ഥിവിന്മൂത്രരേതസാം സമ്മേളനം. ഈ സാധനങ്ങളൊക്കെ ത്വക്ക്, വിട്ട്, മൂത്രം, രക്തം, അസ്ഥി, മേധസ്, ഈ ജാതി സാധനങ്ങൾ കൂട്ടിക്കൊഴിച്ച ഇതിലേക്ക് ഓരോന്നും അർത്ഥമൊന്നും പറയില്ല കേട്ടോ. അങ്ങനെ കേൾക്കുമ്പോൾ രസാ. എന്ത് അർത്ഥം പറഞ്ഞാൽ പിന്നെ കണ്ടാമിണ്ടില്ല. ത്വക്ക് ചെന്താ ഓരോന്ന് തൊട്ടാൽ തന്നെ 5 പുണ്യാഹത്തിന് വേണം. എന്തിന്? ശുദ്ധം വരുത്തണമെങ്കിൽ. ശരിയല്ലേ? ഇത് എന്നുവെച്ചാൽ എന്താ അർത്ഥം? ഓരോന്നും ശുദ്ധമില്ലാത്ത വസ്തുക്കൾ. ത്വക്ക്, മാംസം, രക്തം, വിട്ട്, മൂത്രം, ലേതസ്. ഒന്നർത്ഥം പറയണ്ട, പിന്നെ വൈകുന്നേരം ഊണ് കഴിക്കാൻ പറ്റില്ല. വെറുതെ ബന്ധാത് ഇല്ലാണ്ടാക്കിയിട്ട് കാര്യം. ആൾക്കാരെ പട്ടിണിയാക്കിയിട്ട് എന്ത് കിട്ടാനാണ് നമുക്ക്? ഇല്ലേ? ഒന്നും അത്രയ്ക്ക് മോശമായി ഈ പറഞ്ഞ ഏറ്റവും ചീത്തയായ സാധനങ്ങളാണ് എന്ത്? ഇതൊക്കെ കൂടി കൂട്ടിക്കുഴച്ച് ഉരുട്ടി വെച്ചാൽ സുന്ദരൻ, സുന്ദരി. എന്തല്ലേ ഈ സുന്ദരനി സുന്ദരിയൊക്കെ കാണണമെങ്കിൽ വെളിച്ചാവുമ്പം പോകണം. അപ്പം ആയെന്ന് ഇങ്ങോട്ട് എണീക്കുമ്പം നിർമാല്യം തൊഴാൻ. എന്തായിരിക്കില്ല വരവ്. കണ്ണിക്കൂടി 2 കൊമ്പ്, മൂക്കിക്കൂടി 2 കൊമ്പ്, ചെകിട്ടിക്കൂടി പിന്നെ കൊമ്പും വള്ളിയൊക്കെ ഉണ്ടാവും. ഉണ്ടല്ലേ? നിപ്പ്. എന്നിട്ടൊക്കെ കഴിഞ്ഞ് പിന്നീട് വരും. വന്ന് കെട്ടി തൊട്ട് പോകരുത്, കുളിച്ചിട്ടാ വരണേ ഞാൻ. എന്താ എത്ര പ്രിയപ്പെട്ടവനാണെങ്കിലും വെളിച്ചാവും പായേന്ന് കുളിക്കാണ്ട് പല്ലും തേക്കാണ്ടെങ്കിൽ എണീറ്റ് വന്ന് കുളിച്ച് ശുദ്ധമായിട്ടിരിക്കണം. നമ്മളെ തൊട്ടാൽ നമുക്ക് ഇഷ്ടാവുമോ? നമുക്ക് ഇഷ്ടാവില്ല. ആരായാലും ശരിയല്ലേ? ഇത് എന്താ കാരണം? സ്വന്തം ആൾ തന്നെയാണ്. അച്ഛനായിക്കോട്ടെ, മകനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഭാര്യയായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ഏട്ടനായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, സുഹൃത്തായിക്കോട്ടെ, ആരായിക്കോട്ടെ. എന്താ കാരണമൊന്നുമില്ല. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ 3-4 കൊമ്പൊക്കെ ആയിട്ട് തന്നെയാണ് വന്നത്. പിന്നെ കുളത്തിൽ പോയപ്പോൾ കൊമ്പൊക്കെ പോയതാ. എന്ത് ശരിയല്ലേ? ഇത് എല്ലാവരുടെയും എങ്ങനെ തന്നെയാണ്. അകത്തിരിക്കുന്നതൊക്കെ അകത്തിരുന്നാൽ നന്ന്, പുറത്തേക്ക് വന്നാൽ അന്ന് പണി മാറ്റി പോകും. എവിടേക്ക്? ബ്രഹ്മാവ് ഇതൊക്കെ പുറത്തേക്ക് തിരിച്ചു വെച്ചാൽ എത്ര നന്നായി. ഈ സാധനങ്ങൾ, ഏത് സാധനം? കണ്ണ്, ഉണ്ടക്കണ്ണ് ഇങ്ങനെ പഠിപ്പരേക്ക് നോക്കിയിരിക്കുക എന്നും പറഞ്ഞിട്ട്. ശരിയല്ലേ? ഇത് കണ്ണങ്ങടെ ഇപ്പം പുറത്തെ ശബ്ദമല്ലേ നമ്മൾ ചെവിയോട്ട് കേൾക്കുള്ളൂ. അപ്പുറത്ത് എന്തേ വീണത്, അപ്പുറത്താരാ മിണ്ടിയത്, ഇപ്പുറത്താരാ വന്നത്, ഇപ്പുറത്തേക്ക് കേൾക്കും. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ശബ്ദം കേട്ടാലുണ്ടല്ലോ, ഡോക്ടർമാരുടെ ചെകിട്ടിൽ തിരികെ സാധനം, പരന്ന തലയിൽ സാധനം കണ്ടില്ലേ? വല്ല കുടുംബത്ത് വല്ല കുട്ടികളൊക്കെ ഡോക്ടറാവാൻ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇത് ചെകിട്ട് തിരികെ നടക്കുമ്പോൾ കുട്ടികൾ അവിടെ ഇല്ലാത്ത നേരത്തെ എപ്പോഴെങ്കിലും ആ സാധനം എടുത്തിട്ട് ഒന്ന് ചെകിട്ടിൽ തിരിക. എന്നിട്ട് അതിൻ്റെ ആ പരന്ന തല അവനവൻ്റെ ആ
തിരുനെഞ്ചത്ത് വയ്ക്കുക. നമ്മുടെ നെഞ്ചാകുമ്പോൾ ഇത്തിരി ബഹുമാനമല്ല തിരുനെഞ്ച്. ആ തിരുനെഞ്ചത്ത് വയ്ക്കുക. ധൈര്യമുള്ളവർ വെച്ചാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ആസ്പത്രിക്ക് പോകാനുള്ള ഓട്ടോറിക്ഷ ഏർപ്പാടാക്കിയിട്ട് വെച്ചാൽ മതി. നെഞ്ചത്തെ കൂടി 8:15 മെയിൽ പോയോന്ന് തോന്നും നമുക്ക്. അമ്പോ ജാതിയൊക്കെ ഇവിടെ നടക്കണ്ട്. നമ്മളതൊന്നും അറിയാം. നമ്മൾ വടക്കേല മുട്ടിയമ്മ എന്തോ മൂളി ചെയ്താൽ അപ്പോഴും നോക്കണത് എന്താ അതെന്ന്. ആമ എന്തോ ശ്വാസം വലിയുടെ ശക്തിയിൽ മൂളിപ്പോയതാണ്. നമ്മളെ കുറിച്ച് എന്തോ പറയുന്നിരിച്ച് നോക്കിയിരിക്കുക. എന്ത് പുറത്തുള്ളതേ നമ്മൾ കേൾക്കുള്ളൂ, അകത്തുള്ളത് കണ്ണൊക്കെ അങ്ങനെയാ, പുറത്തുള്ളതേ കാണുള്ളൂ, അകത്ത് മൂക്കൊക്കെയോ പുറത്തെ എലി ചത്തത് അകത്ത് അതിനേക്കാളും വലുത് നാറ്റുണ്ട്. നമ്മൾ അതൊക്കെ പൊതിഞ്ഞ് കെട്ടി ഇങ്ങനെ നടക്കും. ശരിയല്ലേ? ഇത് ലോകം എങ്ങനെയാ. അതുകൊണ്ട് ഇതൊക്കെ ഇത്ര ഭംഗിയായിട്ട് എഴുത്തച്ഛനെ ഈ ഭാഗത്ത് പറയാന്നറിയൂ. അങ്ങനെയുള്ള ഉപദേശമൊന്നും ഈ വാൽമീകി രാമായണ ഗ്രന്ഥത്തിൽ ഈ ഭാഗത്ത് ഇല്ല. അവിടെ ഇത് നല്ല വേദാന്തശാസ്ത്രത്തിൻ്റെ ഭംഗിയിൽ വളരെ മധുരമായ ഭാഷയിൽ ആർക്കും ഒരു തവണ കേട്ടാൽ ഹൃദിസ്ഥാവുന്ന രീതിയിൽ ആ മഹാത്മാവ് പറഞ്ഞു വെക്കുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വരെ പണ്ട് മുതലേ എന്തുണ്ട്, ഒരു വിവരമുണ്ട്. ഇങ്ങനത്തെ ഒരു വിവരം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ ഒരു വിവരം ഇല്ലെങ്കിലും ഒരു വിവരം എല്ലാവർക്കും ഉണ്ട്. ആ ഒരു വിവരം എവിടെ നിന്നുണ്ടായി? അവിടെ നിന്നുണ്ടായത്. അതൊക്കെ മനസ്സിലാക്കി വെക്കണല്ലേ. അപ്പം ഇവിടെ എന്താ വെച്ചാൽ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞപ്പം ഇങ്ങനെയൊന്നും പാടില്ല ഉണ്ണി, അന്തല്യായ പറയാൻ പാടില്ല. എന്താ അത് എന്നൊക്കെ ചോദിച്ചു. ഒന്ന് കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ടാ പറഞ്ഞു. അതായത് രാപാൾക്ക് ലക്ഷ്മണൻ ഇങ്ങനെ കത്തിക്കയറുക. ലക്ഷ്മണൻ പറഞ്ഞു അച്ഛനെ ഞാൻ കൊല്ലും, മാത്രമല്ല ഭരതനെയും ഭരതൻ്റെ ആൾക്കാരെയും ഞാൻ കൊല്ലും. ഇത് കത്തിക്കയറ് തന്നെയാണ്. ഇത് നമ്മളങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് വിട്ട് കുറേ അങ്ങോട്ട് പറയും. കുറച്ച് കഴിഞ്ഞ് ശ്വാസം നേരെയാവുമ്പോഴാണ് ഇപ്പം എന്താ പറഞ്ഞത്. ഈ ദേഷ്യപ്പെട്ട ഓരോന്ന് പറയുന്നവർക്ക് ആ പറഞ്ഞതിനെ കുറിച്ചൊന്നും വലിയ വിവരമൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് ജയിക്കാനായിട്ട് ഈ ഭാര്യയും ഭർത്താവും ഒക്കെ തമ്മിൽ തല്ലുമ്പം പറയാനൊക്കെ വലിയ നല്ല പദസമ്പത്തുള്ള കൂട്ടരാവേ നല്ലോണം. അപ്പം അവർ നല്ലോണം പറയും. അതാണ് നമ്മൾ ഈ ഗുണഘോഷമായിട്ട് കൂട്ടണത്. എന്ത് ഒരാൾ പറഞ്ഞതിൻ്റെ ഇരട്ടി ഗുണിതം ആര് പറയും, അതിൻ്റെ ഗുണിതം മറ്റേയാൾ പറയും, അങ്ങനെ ഗുണിതം പറയും. എന്നുവെച്ചാൽ ആ പറയണ സമയത്ത് ജയിക്കലുള്ളത്. പറയണതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് വലിയ ബോധമൊന്നും പറയണവർക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചിലതൊക്കെ ചിലരുടെ ഉള്ളിൽ എവിടെയെങ്കിലും കിടക്കും. എന്നാലും അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞില്ല, നീ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഈ കോപം വരുമ്പോൾ എന്താ പറയുക എന്നുള്ളതിന് വലിയ വിവരമൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യാൻ നല്ലതെന്നറിയൂ, വല്ലാതെ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ കൈകൈ ചെയ്ത പണി ചെയ്യുക നല്ലത്. എന്ത് അങ്ങനത്തെ ഒരു സ്ഥലം ഇല്ല എന്നല്ലേ? അങ്ങനത്തെ ഒരു സ്ഥലം ഇല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് മിണ്ടാതിരിക്കുക. ചുക്കുവെള്ളത്തിൻ്റെ കലം അടുത്തേക്ക് വയ്ക്കുക. കലം വെക്കേണ്ട, കലം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോവും. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുത്ത് വയ്ക്കുക, കുടിക്കുക തന്നെ, കുടിക്കുക, പിന്നെയും കുടിക്കുക. കുറച്ചങ്ങോട്ട് അകത്തേക്ക് വെള്ളം ചെല്ലുമ്പം ഒരു സമാധാനം. അപ്പോൾ കുറച്ച് മുഖത്തേക്ക് തളിക്കുക. അപ്പം നമുക്ക് ഭാര്യ ഇറന്നുമില്ലേ. ഞാൻ വിചാരിച്ചു എന്തോ ശൂർപ്പണഖയെന്നൊക്കെ വിചാരിച്ചു. ഇപ്പം മനസ്സിലായി. അപ്പം ലക്ഷ്മിയെ കണ്ടപ്പോൾ അപ്പളാ മനസ്സിലായത്. കണ്ടോ? അപ്പോൾ ഒരു സാധനം അങ്ങനെ ഇറങ്ങി പോവുകയാണേ. തമാശയ്ക്ക് പറയണതൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയാണ് നമുക്കൊരു പരിണാമം. ആരും അടിസ്ഥാനപരമായിട്ട് ആരും ചീത്തത്തക്കാരൊന്നുമല്ലേ. ഈ സാധനം ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പം അങ്ങോട്ട് കയറണതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനം കയറി വരുമ്പോൾ ഒന്ന് നമുക്ക് സാധനം കയറണുണ്ട്. ഈ തലചുറ്റി വീഴുന്ന ശീലമുള്ളവരുണ്ട്. ചിലപ്പം തലചുറ്റി വീഴും. അവർ വയ്യായണേ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒത്തിരി നേരം അധികം നിന്നോ വീഴും, വെയിലത്ത് കുറച്ച് നേരം നിന്നോ വീഴും, ബസ് സ്റ്റോപ്പിൽ നിന്നോ വീഴും, അങ്ങനെ പല ജാതി വീഴലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കിത് അറിയാം വീഴുമെന്ന്. അപ്പോൾ അവർ ഏതാണ്ട് വീഴണ നേരമായി എന്ത് ചെയ്യും? ഒരിക്കലും ഇരിക്കും. എന്താ കാരണം? എന്നും വീണ് ശീലമാണേ. അതുകൊണ്ട് നമ്മളാണെങ്കിലോ നമ്മൾ പടക്കാന്ന് പറഞ്ഞിട്ട് വീണ് നാട്ടുകാർ വേണം പിന്നെ കുത്തി പൊന്തിക്കാൻ. നമ്മൾ ആദ്യമായിട്ട് വീഴല്ലേ. അതുകൊണ്ട് മനസ്സിലാവുണ്ടോ? നമുക്ക് ചിലതൊക്കെ ഉണ്ടാവണമെന്നൊരു സൂചന മുൻകൂട്ടി കിട്ടിയാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നൊരു മുൻകരുതൽ. നേരം പോക്കായിട്ട് കൂട്ടരുത് കേട്ടോ. ഇതൊക്കെ കുടുംബത്തിൽ നമുക്ക് നന്മയായിട്ട് സന്തോഷമായിട്ട് തമ്മിൽ തല്ലിയിട്ട് ആർക്കാ നഷ്ടം, ആർക്കാ ലാഭം? ഭാര്യയേക്കാൾ വലിയ കാര്യങ്ങൾ ഭർത്താവ് ചീത്ത വിളിക്കുക, ഭർത്താവിനേക്കാൾ ശക്തിയുള്ള കാര്യങ്ങൾ ഭാര്യ ചീത്ത വിളിക്കുക. എന്നിട്ട് ആർക്കാ ഗുണം? അടുത്ത വീട്ടുകാർ നോക്കിയിരുന്നിട്ട് ചിരിക്കുക എന്നല്ലാതെ, നാണം മാനും പോവുക, ഉള്ള വിലയും നിലയും പോവുക എന്നല്ലാതെ വല്ല ഗുണം ഈ രണ്ടു പേർക്കുണ്ടോ? ഇല്ല. ഈ ബോധ്യം കുറച്ചുള്ളിൽ ലേശം ഉണ്ടച്ചാൽ ഈ ജാതി പണിക്ക് പുറപ്പെടില്ല. അതിൻ്റെ പേരാണ് എന്ത്? വകതിരിവ്. ആ വകതിരിവ് ഉണ്ടെങ്കിൽ കുടുംബം നന്നായി, അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാണ് വിദ്യ. വേറെ വലിയ എളുപ്പ വഴിയൊന്നുമില്ല. ഇവിടെ ഇപ്പം എന്താണ് വഴി ചോദിച്ചാൽ അമ്മയുടെ അടുത്ത്
ഈ ഏട്ടൻ്റെ സങ്കടം, ഏട്ടൻ്റെ വിഷമം കണ്ട അമ്മ സങ്കടപ്പെടുന്നതും കൗസല്യയുടെ വിഷമം കണ്ടപ്പോഴാണ് ലക്ഷ്മണൻ്റെ ഉള്ളിൽ ഇത് പൊട്ടി തെറിച്ച് വന്നത്. ഈ വിഷമം ഇല്ലെങ്കിൽ ഈ അമ്മമാരുടെ സങ്കടം കാണുമ്പോൾ സഹിക്കില്ലല്ലോ, വല്ലാതെ വിഷമിച്ചു. രാമൻ ലക്ഷ്മണനെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചൊക്കെ നേരിയാക്കി, വിഷമിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വേണ്ട മാതിരി ഒതുക്കി. അപ്പോഴേക്ക് എന്താ ഉണ്ടായത്? അവിടുന്ന് അമ്മയുടെ അടുത്തുനിന്ന് പോന്നു. ഇനിയിപ്പോൾ സീതയുടെ അടുത്ത് ചെന്നു. സീതയുടെ അടുത്ത് പറയുകയും ചെയ്തു. സീത അമ്മയോട് പ്രത്യേകം പറഞ്ഞ് എന്താ ചോദിച്ചാൽ, അമ്മ കരയരുത്. കാരണം എന്താ ചോദിച്ചാൽ ധർമ്മമാണ് നമ്മൾ എടുക്കേണ്ടത്. രാമൻ പറഞ്ഞ വാക്കാണ്. ഉണ്ണി കേട്ടോളൂ, അമ്മോടും ലക്ഷ്മണനോടും കൂടി കൂട്ടിയിട്ടാണ് പറഞ്ഞത്. ധർമ്മമാണ് പരമമായി ലോകത്തിൽ അടിസ്ഥാനമായിട്ടുള്ളത്. നമ്മൾ ആ ധർമ്മത്തിനെ കണക്കാക്കിയിട്ട് വേണം പുറപ്പെടാൻ. അല്ലാതെ എന്തെങ്കിലും ചെയ്ത് തൽക്കാലം ജയിക്കുന്നല്ലാതെ കണ്ട് അടിസ്ഥാനമായിട്ടുള്ള ചില ധർമ്മം, അച്ഛൻ്റെ വാക്ക് പരിപാലിക്കുക, അമ്മയുടെ ആഗ്രഹങ്ങൾ പരിപാലിക്കുക മക്കളുടെ കർത്തവ്യമാണ്. അത് നമ്മൾ തെറ്റിക്കാൻ പാടില്ല. പിന്നെ ഇപ്പം അമ്മ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ ഓരോന്ന്, അമ്മേ നമ്മളൊക്കെ അച്ഛൻ്റെ അധീനതയിൽ കഴിയണവരാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അച്ഛൻ്റെ വാക്ക് അനുസരിക്കുക തന്നെ വേണം. അമ്മയായാലും ഞാനായാലും ലക്ഷ്മണനായാലും അങ്ങനെ തന്നെ വേണം. അത് മറികടക്കാൻ പാടില്ല. അത് മനസ്സിരുത്തണ്ടേ അമ്മേ? അതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെ പറയുന്നത്. അതുകൊണ്ട് അമ്മ പരിഭ്രമിക്കരുത്. 14 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഇവിടേക്ക് വരും. 14 കൊല്ലമൊക്കെ എന്നും നാളെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവില്ലേ? അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ലേ. പിന്നെ എന്താ ചോദിച്ചാൽ, നമ്മളാരും കണക്കാക്കണ മാതിരിയല്ല ലോകത്തിലെ കഥകളെ. നമ്മളൊരു കാര്യം ചിന്തിക്കും, സംഗതി ഉണ്ടാവുമ്പം നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മൾ കുട്ടിക്കാലത്ത് എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ട്? നന്നായിട്ട് പഠിക്കണം, പഠിച്ച് നല്ല പഠിപ്പ് പഠിച്ച് ഡോക്ടർ ആവണം, നാട്ടിലുള്ളവരൊക്കെ ചികിത്സിക്കണം, എല്ലാവരുടെയും ദേഹത്ത് സൂചി വെക്കണം എന്നൊക്കെ നമ്മൾ 5-6 വയസ്സുള്ള കാലത്ത് തന്നെ തീരുമാനിച്ചതാണ് ഇല്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെ മോഹം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോയത്. അന്നേ ടീച്ചർ പറഞ്ഞതാണ് എന്ത്, ഇത് ഡോക്ടർ പോയിട്ട് ബസ്സിൻ്റെ ബോർഡ് വായിച്ച് കിട്ടിയാൽ നന്നായി എന്ന്. എന്ത് അപ്പം എന്താ അങ്ങനെയൊക്കെയാണ്. അപ്പം അതൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞു വന്നത് എന്താ ചോദിച്ചാൽ, നമ്മൾ ഓരോന്ന് ചിന്തിക്കും, തീരുമാനിക്കും. അതൊന്നും അന്യഥാ ചിന്തിതം കാര്യം ദൈവമന്യത്ര ചിന്തയേൽ. നമ്മൾ ഓരോന്ന് ചിന്തിച്ച് ആലോചിച്ച് രൂപപ്പെടുത്തി കൊണ്ടുവരും. പക്ഷെ വന്നു കൂടുമ്പോഴൊക്കെ ചിലപ്പോൾ എന്താവും? വിചാരിച്ച മാതിരിയൊന്നും ആവില്ല. നമ്മൾ ആരെങ്കിലും തീരുമാനിച്ച മാതിരി അപ്പം നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ ആയത് അങ്ങനെ ആയിപ്പോയി അത്ര തന്നെ. എന്ത് ആവുമ്പോൾ പിന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ എന്നും വിചാരിക്കും. അങ്ങനെയല്ലേ ഇത്? ഓരോന്നിനും പുറപ്പെട്ട് പോയിപ്പോയി ചിലരൊക്കെ ചോദിച്ചാൽ പറയും എന്തേലും ഞാൻ എഞ്ചിനീയർ ആവാനാണ് പഠിച്ചത്. എന്നിട്ട് എന്തായത്? എന്നിട്ട് ഇപ്പം ആയത് ബിസിനസ്സുകാരനാ. നന്നായി, നല്ല ബിസിനസ്സുകാരനാണ്. പക്ഷെ അദ്ദേഹം പോയത് എങ്ങട്ടാ? എഞ്ചിനീയർ ആവാൻ വലിയ കോളേജിലൊക്കെ പഠിച്ച ആളാണ്. പക്ഷെ ഇപ്പം നടത്തി നല്ല പണക്കാരന് നല്ല സ്ഥിതിയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തിനാപ്പം കേമനായത്? ബിസിനസ്. നിങ്ങൾക്ക് ബിസിനസ് പഠിക്കാൻ പോയാൽ മതിയായിരുന്നു. അത് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അതിൽ കേമനാണ്. ഇനി എഞ്ചിനീയറിങ് ചോദിച്ചാലോ ഞഞ്ഞ അത് ഇഷ്ടമില്ല. അപ്പം കണ്ടില്ലേ? അപ്പം നമ്മൾ ഓരോന്നിനും ഇറങ്ങി പുറപ്പെടും. ചില അതൊക്കെ അങ്ങനെ തന്നെയാവും. ചിലർ എന്താവും വേറെ ഓരോന്നിലും മിടുക്കന്മാരും. അപ്പം നമ്മളാരും രൂപപ്പെടുത്തിയ മാതിരിയൊന്നും ആവില്ല അമ്മേ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്? അതുകൊണ്ടാണ് ഈ വിധി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പലതും നമ്മുടെ കണക്കിൽ മാത്രം ഇരിക്കില്ല, അങ്ങനെയും കൂടി ഉണ്ട്. അപ്പം അതൊന്നും നമ്മൾ ആലോചിച്ചിട്ട് എന്ത് ചെയ്തിട്ട് കാര്യമില്ല. അതൊന്നും എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എത്ര പേരുണ്ടോ വർത്തമാനം പറഞ്ഞ് നിൽക്കണോ? എന്നിട്ട് ആ നാളികേരം വീണ് നമ്മുടെ തലയിൽ തന്നെയാണ്. എത്ര ആൾക്കാരുണ്ട് വലിയ തലയിലുള്ളവർ അങ്ങടൊക്കെ വീണില്ല. എവിടെ വീണത്? നമ്മുടെ തലയിലാണ് വീണത്. എന്ത് ചെയ്യും? നമ്മൾ പറയും ചെയ്തു ഒക്കെ വീഴാറുന്നത്. എന്ത് തെങ്ങ നിനക്കൊരു പക്കത്തിരിവ് വേണ്ടേ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്താ വെച്ചോ, അത് ആ തേങ്ങ ഇത്തലയിൽ വീഴാനാണ് തേങ്ങയുടെ ഉള്ളിൽ ബ്രഹ്മാവ് എഴുതി വെച്ചത്. വല്ലാത്ത ജാതി തലയും തേങ്ങയും. ഈ ജാതി തേങ്ങ വീണാലൊന്നും ഇളക്കല്ലാത്ത വേറെ തലയുണ്ടേ? വീണില്ല. അങ്ങനെയാണ്. എന്താ പണ്ടൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർക്ക് എങ്ങനെയാ വെച്ചാൽ ഇടി വലിയ പേടിയാണ്. ഇടി മിന്നൽ വലിയ പേടിയാണ്. അത് എപ്പോഴെങ്കിലും തട്ടമ്പുറത്ത് നാളികേരം ഇട്ടാൽ അമ്മ പേടിച്ചോടും. എന്താ ഈ തട്ടമ്പുറത്തൊക്കെ പണ്ട് നാളികേരം ഉരുട്ടിയാൽ പൊട്ടും. തുലാമാസത്തിലൊരു തട്ടമ്പുറത്ത് നാളികേരം ഉരുട്ടുന്ന ഏർപ്പാടുണ്ട്. വൈകുന്നേരം ആയാൽ തുലാമാസത്ത് വൈകുന്നേരം നമ്മൾ തട്ടമ്പുറത്ത് നാളികേരം ഉരുട്ടൂലോ? ഇല്ലല്ലേ? ഇപ്പം എവിടെ തട്ടും പറയുന്നത് ഉരുട്ടാൻ? പഴയ തട്ടമ്പുറക്കുള്ളവർക്ക് അറിയില്ലേ നാളികേരം ഉരുട്ടുക. പുട്ട് അപ്പോൾ ഇയമ്മയ്ക്ക് ചെയ്യത്തില്ല. ആ മാസം നമ്മൾക്ക് വലിയ നീട്ടിവട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വൈകുന്നേരമായ സ്കൂളിലൊരു ഉച്ച തിരിയുമ്പോഴേക്ക് 3 മണിയാകുമ്പോഴേക്ക് ഇങ്ങോട്ട് ചുമന്ന് നിറക്കെ മാറി വരുമല്ലോ. അപ്പോൾ ഇയമ്മ എന്ത് ചെയ്യും? എല്ലാവരും കൂടി വൈകുന്നേരമായി ഓഫീസ് മുറിയിൽ വന്നിരിക്കുമല്ലോ. ഈ ടീച്ചർമാരിരിക്കണ മുറിയിലേ പേടിയുള്ളവരെല്ലാവരും എൻ്റെ ചുറ്റും വന്നിരുന്നുള്ളൂ എന്നും പറയും. എന്താ കാരണം? നല്ല ധൈര്യമുള്ള അമ്മയാണല്ലോ. എല്ലാവരും ഇയമ്മയുടെ ചുറ്റും വന്നിരിക്കും. ഒട്ടുക്കും ഒരു ദിവസം ഇടി വെട്ടി ഇയമ്മയുടെ തലയിൽ തന്നെയാണ് വെട്ടിയത്. ആവത്തുണ്ടായി മരിച്ചൊന്നുമില്ല, എന്നാലും ബോധം കെട്ട് വീഴൊക്കെ ഉണ്ടായി കണ്ടു. എന്നിട്ട് പറയുകയും ചെയ്തു, എന്നാലും എത്ര എണ്ണം വേറെ ഉണ്ടാവും എൻ്റെ തലയിൽ തന്നെ.
കണ്ടു. ആ ചിലതൊക്കെ അങ്ങനെ നമ്മൾ ഏത് ആഫീസിൻ്റെ പാതാളത്തിനുള്ളിൽ പോയാലും അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ ചിലതൊക്കെ അങ്ങനെയുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലല്ല മുഴുവൻ കിടക്കുന്നത്. സമാധാനമായിട്ടിരിക്കും അമ്മേ, വിധി അങ്ങനെയാണ്. അപ്പം നമ്മളതുകൊണ്ട് എന്ത് ചെയ്യണം? വിധിവശാലുള്ള കാര്യം കൂടി ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിച്ചു. നേരെ എങ്ങോട്ട് നടന്നു? സീതാദേവിയുടെ അടുത്തേക്ക് നടന്നു. സീതയോട് പറഞ്ഞു. അപ്പം സീത ചോദിച്ചു, അല്ല എന്താ അങ്ങ് ചെരുപ്പും കോടയൊന്നും ഇല്ലാണ്ടോ വരണോ? എന്താ ചെരുപ്പും ഇല്ല കൊടയില്ല? കൊട എന്ന് പറഞ്ഞാൽ എന്തോ കൊട? വെൺകൊറ്റ കൊടയൊക്കെ അന്ന് അഭിഷേകത്തിന് പുറപ്പെടുമ്പോൾ അതൊക്കെ വേണ്ടേ? എന്താവും അങ്ങനെ വരണത് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ചെരുപ്പും കൊടയൊന്നും വേണ്ടാത്തൊരു പണിക്ക് അഞ്ഞി പോണതെന്നും പറഞ്ഞു. അതെന്തോ ചോദിച്ചു. അച്ഛൻ എന്നെ കാട്ടിക്ക് അവിടെ കാട് ഭരിക്കാനും ഭരതനെ കഷ്ടപ്പെട്ട് രാജ്യം ഭരിക്കാനും ഏർപ്പാടാക്കി. എനിക്ക് കുറച്ച് എളുപ്പമുള്ള പണിയാണ് തന്നത്. എന്ത് അങ്ങനെ ഉണ്ടായത്, അതാ ഉണ്ടായത്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ. അപ്പോൾ സീത ചോദിച്ചു, അയ്യോ അങ്ങനെയാ? അങ്ങനെ കുട്ടി അങ്ങനെയല്ലേ? അപ്പം ഞാൻ വെളിച്ചാകുമ്പോൾ പുറപ്പെടും, കാട്ടിക്ക് പോവും, സമാധാനമായിട്ട് നോക്കിയും കണ്ടിരിക്കണം. അമ്മയുടെ കാര്യം നീ നല്ലോണം നോക്കണം. പിന്നെ ലക്ഷ്മണൻ ഉണ്ണിയുടെ ഒക്കെ കാര്യം നോക്കണം. അച്ഛൻ വയ്യായൊക്കെ ഉണ്ട്, മരുന്നൊക്കെ നേരത്തിന് കൊടുക്കണം. നല്ലോണം നമുക്ക് നോക്കിയും കണ്ടും. ചിലപ്പോൾ മരുന്ന് കഴിക്കില്ല, നിർബന്ധിച്ച് കഴിപ്പിക്കണം. രാവിലെ ആഹാരമൊക്കെ നല്ലോണം കഴിപ്പിക്കണം. ആ മരുന്ന് അതിന് മുമ്പ് കഴിക്കണതും ഉണ്ട്, പിമ്പ് കഴിക്കണം. രണ്ടും നോക്കിയും കണ്ടും കൊടുക്കണം. അച്ഛൻ അതൊന്നും നോക്കി വായിക്കില്ല. ഒക്കെ എൻ്റെ കയ്യിലായിരിക്കുന്നത് അച്ഛൻ്റെ കാര്യം. ല്ലേ ചോദിച്ചു. അപ്പം സീത ഒന്നും മിണ്ടല്ലേ, സീത ഇങ്ങനെ ഇരിക്കുക. ഒടുക്ക സീത പറഞ്ഞു, എന്താ കുട്ടിയെ പറയുന്നത്? ഞാൻ ഇവിടെ ഇരിക്കില്ല, അങ്ങ് കാട്ടിക്ക് പോവുക വെച്ചാൽ അഗ്രതസ്ഥേ ഗമിഷ്യാമി, മുമ്പിൽ ഞാൻ ഉണ്ടാവും. എന്തല്ലേ സീതേ, കാടാണ്, ഞാൻ എങ്ങടാ പോണത്? കാട് നിനക്ക് ഇഷ്ടമുണ്ടോ? വലിയ വലിയ ജന്തുക്കളും കാട്ടുമൃഗങ്ങളുള്ള ആ സ്ഥലത്തേക്ക് പോയി പരമ കഷ്ടമാണ്. ഇപ്പോൾ സീതയ്ക്ക് അതൊന്നും പേടി തന്നെ ഇല്ല. സീത പറഞ്ഞു, ഏത് കാടായാലും അങ്ങ് കാട്ടിക്കാ പോണേച്ചാൽ മുമ്പിൽ ആരുണ്ടാവും? ഞാൻ ഉണ്ടാവും. എന്താ കാരണം? അയോധ്യയിൽ ഇവിടെ നടന്ന് വെയിൽ കൊള്ളാതെ തണലത്ത് നടന്ന് ഉണ്ടോ ഇറങ്ങി കൊടുത്ത് അങ്ങനെ സമാധാനമായിട്ട് ജീവിച്ച് ശീലമുള്ളവർക്കൊന്നും പറ്റിയ സ്ഥലമല്ല കുട്ടിയെ കാട്. നീ ഇപ്പോൾ ഒരു ഉശിരിനെ അങ്ങോട്ട് പറയും കാട് എളുപ്പമല്ല, ഞങ്ങൾക്കത് നിശ്ചയുണ്ട്. ഞാനും ഉണ്ണിയും പണ്ട് ട്രെയിനിങ്ങിന് പോയ കാലത്ത് പണ്ട് ട്രെയിനിങ് ഞങ്ങൾ അവിടെ ഇറന്നു. എവിടെ? വിശ്വാമിത്ര മഹർഷിയുടെ കോളേജിലായിരുന്നല്ലോ ട്രെയിനിങ്. അന്ന് എന്തുണ്ടായത്? അന്ന് അവിടെ ആ കാട്ടിലെ ട്രെയിനിങ്ങിൻ്റെ കാലത്ത് നിശ്ചണ്ട കുട്ടിയെ നിനക്ക് ഞങ്ങളിങ്ങനെ പാറയമ്പിൽ കിടന്ന് ഉറങ്ങുമ്പോൾ മറ്റേ പാറയമ്മ കൂടി മൂർഖം പാമ്പ് ഇങ്ങനെ പോവുമായിരുന്നു. ഞങ്ങളോട് വർത്തമാനമൊക്കെ ചോദിച്ചിട്ട് എനിക്കത് കണ്ട ഇഷ്ടമാവുക. പാമ്പ് ഇങ്ങനെ പോവും, കരടിയും പുലിയും സിംഹമൊക്കെ പോവും. നിനക്ക് ഇഷ്ടമുണ്ട്? അയോധ്യ അല്ല കേട്ടോ അതെന്നും പറഞ്ഞു. അപ്പോൾ സീത പറഞ്ഞു, ഞങ്ങൾ എന്താ ഈ പറയണത്? ആരോടാ പറയുന്നത്? സീതയോടോ? തൻ പ്രിയൻ ബോമാട്ടവി തൻ തന്നയോധ്യ രാജധാനി തൻ പ്രിയൻ തൻ പുൽക്കൂടിൽ തൻ തന്മണി സൗധം എന്നോ തേറിയിടം വലമേ തൂമൊന്നോ തിരിയാതെ തന്നോട്ടയ സതീവ്രതം ചരിപ്പതിനായി കാട്ടിലെഴും കല്ലും മുള്ളും കാന്തമാർക്കൂ കുസുമത്തെ കാട്ടിലേറ്റം മൃദുവെന്നോ കാട്ടി കല്യാണി. ഹാവു, സീത പാടിയ പാട്ടാത്. എന്ത്? തൻപ്രിയ അങ്ങ് കാട്ടിക്കാ പോണു വെച്ചാൽ കാടാണ് എനിക്ക് അയോധ്യ. അങ്ങ് അല്ലേ കാട്ടിക്കൂടി ഇങ്ങനെ പോകുമ്പം അതെനിക്ക് അയോധ്യ. അങ്ങയുടെ ആ പുൽക്കുടില് എൻ്റെ അയോധ്യയിലത്തെ കൊട്ടാരം, മനസ്സിലായില്ലേ? അതുകൊണ്ട് അങ്ങ് കാട്ടിക്ക് പോവാച്ചാൽ മുമ്പിൽ ഞാൻ ഉണ്ടാവും. കാരണം എന്താ വെച്ചോ കാട്ടിൽ കല്ലും മുള്ളൊക്കെ ഉണ്ടാവുകയെ. അപ്പം ഞാൻ മുമ്പിൽ നടക്കുമ്പം ആ കല്ലും മുള്ളൊക്കെ ഞാൻ അങ്ങോട്ട് ചവിട്ടുമ്പോൾ എൻ്റെ കാലുമ്പിൽ അങ്ങോട്ട് കുത്തുമ്പോൾ അതിൻ്റെ ആ കൂർപ്പ് അങ്ങോട്ട് ഓട്ടിയും. പിന്നെ അങ്ങ് ചവിട്ടിയാലും വലിയ വിഷമം ഉണ്ടാവില്ല. അപ്പം കൂർപ്പ് ഒന്നും കൂടി അടിക്കാൻ ഇനി വേറെ ഒരാളും കൂടി ഉണ്ട്. അതാരാ? രണ്ടും കൂടി കഴിഞ്ഞ് വരുന്ന ആൾക്ക് പിന്നെ കൂർപ്പേ ഉണ്ടാവില്ല. അമ്പോ എങ്ങനെ പറഞ്ഞു ഒന്നും പറയണ്ട. സീത സമ്മതിച്ചില്ല. രാമൻ കുറെ പറഞ്ഞു നോക്കി. ജവലേശം ശരി അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു. ലക്ഷ്മണ എന്നാൽ ഞങ്ങൾ രണ്ടാളും കൂടി പോകുമ്പം ലക്ഷ്മണൻ പറഞ്ഞു അഗ്രതസ്ഥേ. ലക്ഷ്മണന് മുമ്പിൽ നടക്കാൻ ആളായി, പിമ്പിൽ ആരുമില്ല. രാമൻ പോകുമ്പോൾ മുമ്പിൽ സീതയിൽ ലക്ഷ്മണനെന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. അങ്ങനെ ഇപ്പോൾ ഒരു കഥയില്ല. മൂന്നാളും പോവുകയായി, പോവാനുള്ള പുറപ്പാടായി. എന്നിട്ട് എങ്ങനെ ഉണ്ടായിയേ പോയത്? ആ പോയ കഥയെ നമുക്കിനി പറയാനുള്ളത് 10 മിനിറ്റ് കാപ്പി കഴിച്ചിട്ട് വന്നോളൂ. നമുക്ക് ആ ഭാഗം വിസ്തരിച്ച് പറയാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഒരു 5 നിമിഷം